സോ കുറേ കുട്ടികളുണ്ട് വെറുതെ അബ്രോഡ് പോകണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നത്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു കുട്ടി അതായത് റിപ്പീറ്റും റീ റിപ്പീറ്റ്സ് എല്ലാം കഴിഞ്ഞ് എന്നിട്ടും വിചാരിച്ച സ്കോർ കിട്ടിയില്ല, എസ്പെഷ്യലി ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അവിടെ കയറാനുള്ള ബഡ്ജറ്റും ഇല്ല, ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് ഓക്കെ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, കൾച്ചറലി അതുപോലെ തന്നെ ലാംഗ്വേജ് വൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ ക്ലൈമറ്റ് പീക്ക് തണുപ്പുണ്ടായിരിക്കും, അതുപോലെ നല്ല പീക്ക് ചൂടും ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ അല്ലാത്ത കുട്ടികൾ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 6 വർഷം അവിടെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൈസയും പോവും, നിങ്ങളുടെ വർഷവും കളയുന്ന ഒരു അവസ്ഥ വരരുത്. അതുപോലെ തന്നെ സ്പൂൺ ഫീഡ് ചെയ്യുന്നുള്ള ഒരു ടീച്ചേഴ്സ് സ്പൂൺ ഫീഡ് ചെയ്ത് തരും. അതുപോലെ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ ആണെന്ന് വിചാരിച്ച ഒരു കുട്ടിയും ഉസ്ബെക്കിസ്ഥാനിക്ക് വരരുത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വിചാരിച്ച സീറ്റ് കിട്ടിയിട്ടില്ല, അതുപോലെ വിചാരിച്ച മാർക്ക് ഇല്ലെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡെഫിനറ്റ്ലി കം ടു ഉസ്ബെക്കിസ്ഥാൻ.